ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഗോവയ്ക്ക് പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് സേറയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങണം. അവളുടെ ബർത്ത്ഡേക്ക് സൈക്കിൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ വാങ്ങാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് രാജാജി നഗറിൽ തന്നെയുള്ളൊരു സൈക്കിൾ ഷോപ്പിലേക്കാണ്. കയറി വന്നപ്പോൾ തന്നെ അവൾക്ക് ഒരു സൈക്കിൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അതിൻ്റെ കളർ പിങ്ക് ആയിരുന്നു. അപ്പോൾ പിങ്ക് കളർ ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് ആ സൈക്കിൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. പിന്നെ ആ സൈക്കിൾ തന്നെ നമ്മൾ വാങ്ങി. സൈക്കിളിന് 6000 സംതിങ് ആയി കേട്ടോ. അപ്പം ഇനി സൈക്കിളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളിനി നേരെ ലുലുമാളിലേക്കാണ് പോകുന്നത്. സ്റ്റുഡിയോയിലൊന്ന് പോകണം. കാരണം ഗോവയ്ക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. ആദ്യം സെറയ്ക്കുള്ള ഡ്രസ്സ് തന്നെ എടുക്കണം. അതല്ലെങ്കിൽ അവൾ എന്നെ സമ്മതിക്കില്ല. എനിക്ക് പിന്നെ ഡ്രസ്സൊന്നും എടുക്കാനുള്ള ടൈം തരില്ല. അപ്പോൾ ആദ്യം അവളുടെ സെക്ഷനിലേക്കാണ് പോയത്. അവൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷേ എനിക്ക് ഡ്രസ്സുകളൊന്നും കിട്ടിയില്ല ഇവിടുന്ന്. കുർത്തീസൊക്കെ നോക്കുമ്പോൾ കളക്ഷൻസൊക്കെ തീരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് എടുത്തില്ല. അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ മാക്സിലും വെസ്റ്റ് സൈഡിലും ഒക്കെ നോക്കി, എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് പന്തലൂൺസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ 2-3 കുർത്തീസ് എടുത്തത്. മോനും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം 10:30 ഒരു 11:30 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ 11:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ഗോവയ്ക്ക് പോവാണ്. ഇവിടുന്ന് ഗോവയ്ക്ക് 560 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 11 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്താൻ. പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റേ ഒന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ സൈഡാക്കിയിട്ട് വിശ്രമിക്കും. പിന്നെ നമ്മൾ നേരെ ഇനി ഗോവയിൽ പോയിട്ട് റൂം കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കോഫിയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇടയ്ക്ക് നിർത്തിയതാണ് ഇവിടെ. ഏകദേശം ഒരു 4 മണിയൊക്കെ ഇപ്പോൾ എന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഉറങ്ങാതെയും കൂടി ഇരിക്കുമല്ലേ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമുക്ക് അവിടെ കയറി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. 4 മണിയാകുമ്പോൾ ഒന്നും കിട്ടില്ലെന്നാണ് വിചാരിച്ചത്. സേറ നല്ല ഉറക്കമാണ്. സേറ കാറിനകത്ത് തന്നെ കിടക്കുകയാണ്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ റൊട്ടി, ദാൽ, റൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഏതായാലും അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ, സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഒന്ന് ഇരുന്ന് നോക്കി. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ നേരെ പിന്നെ ടേബിളിലേക്ക് തന്നെ പോയി. അപ്പോൾ റൊട്ടി, ദാൽ ഓർഡർ ചെയ്തു. പിന്നെ ഒരു മസാല റൈസ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം തന്നെ അവർ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് ഈ ഫുഡൊക്കെ. കുറച്ച് നേരം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഫുഡൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ടീയും വാങ്ങിച്ചു. ടീ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ അടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഇതാണ് പുറത്തെ ഒരു വ്യൂ. നന്നായിട്ട് വെട്ടമൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഈ ഒരു സ്ഥലം വരെ 4 വരിപ്പാതയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകാനും എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലുള്ള റോഡായി തുടങ്ങി. റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ. പിന്നെ വലിയ വലിയ ട്രക്കുകൾ, ലോറികളൊക്കെയാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ. മോനാണെങ്കിൽ നൈറ്റ് ഡ്രൈവ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പകലൊക്കെ ആകുമ്പോൾ കണ്ണിലോട്ട് ഇങ്ങനെ വെയിലൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരാനൊക്കെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ടായിട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് പഞ്ഞിമരം ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അതിലെ കായൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട്. അപ്പം ഞാനും ഇത് കണ്ടിട്ട് കുറേ വർഷങ്ങളൊക്കെ ആയി. അപ്പം സെറയ്ക്കും ഇതിനെ പറ്റിയിട്ട് അറിയത്തൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഒരു കായൊക്കെ പറിച്ചിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അവളെ അതിൻ്റെ ഉള്ളിലെ പഞ്ഞിയൊക്കെ കാണിച്ചിങ്ങനെ കൊടുക്കുവാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ വ്യൂ ഭയങ്കരമാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഇനി ഒരു കോഫി കുടിക്കണം. അപ്പോൾ ഇതൊരു ഹൈവേ റോഡാണല്ലോ. അപ്പോൾ കോഫി കുടിക്കാനായിട്ട് ഹൈവേ റോഡിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിലേക്ക് നമ്മളെ വണ്ടി ഇറക്കി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. ഈ ഒരു കോഫി കുടിക്കാൻ ഇറങ്ങിയതോടുകൂടി നമ്മുടെ വഴിയൊക്കെ ടോട്ടലി മാറിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് പിന്നെ നമുക്ക് ഹൈവേയിലോട്ട് കയറാനും പറ്റിയില്ല. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ചെറിയ ടൗൺ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു ടൗണിൽ കൂടെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഹൈവേയിലായിരിക്കും നമ്മൾ കയറുന്നതെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. പക്ഷേ നമ്മളെത്തിയത് മഹാരാഷ്ട്ര ബോർഡറിലേക്കാണ് കേട്ടോ. കർണാടക കഴിഞ്ഞു നേരെ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് നമ്മൾ കടന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു റോഡായിരുന്നു കേട്ടോ. കാടും മലയും ഒക്കെയുള്ള ചെറിയ ഇടുങ്ങിയ റോഡിൽ കൂടെ ആയിരുന്നു പിന്നീടുള്ള യാത്ര മൊത്തം. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കശുമാവിൻ്റെ തോട്ടം തന്നെയാണ് ഒരു ഏരിയ ഫുള്ളായിട്ടും. അപ്പോൾ ഇത് സേറ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവളെ ഇത് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പോയി ഒരെണ്ണമൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് അവളെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഏക്കർ കണക്കിന് ഇതിൻ്റെ തോട്ടം തന്നെയാണ്. പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിജനമായൊരു പ്രദേശമാണ് കേട്ടോ. 1-2 വണ്ടികൾ മാത്രം വരുന്നുണ്ട്. അപ്പോൾ വനമേഖല പോലെയാണ് ഇവിടെ കിടക്കുന്നത്. ആൾതാമസം ഇല്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ കുറേ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ കുറച്ച് 5-6 വീടുകൾ അവിടെ കാണും. വീണ്ടും ഇതുപോലെ തന്നെ വനം. അങ്ങനെയാണ് ഈ ഒരു പ്രദേശം മൊത്തം കാണുന്നത്. ശരിക്കും ഈ ഒരു വഴി വരണ്ടായിരുന്നെന്ന് നമുക്ക് തോന്നിപ്പോയി. കാരണം ഒരുപാട് നമ്മുടെ ടൈം വേസ്റ്റായി. ചിലപ്പോൾ ഗൂഗിളിൽ ചിലപ്പോൾ എളുപ്പമുള്ള വഴിയായിരിക്കും നമുക്ക് കാണിച്ചു തന്നത്. പക്ഷേ ഈ ഒരു റോഡ് ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളിനി ഗോവയിൽ എത്താൻ പോകുന്നത്.
ഇപ്പോൾ ഈ കന്നുകാലികളെ കൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഏതോ സ്ഥലത്തിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. നേരെ ഏതെങ്കിലും കുറച്ചുകൂടെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് നേരം മുമ്പോട്ട് പോയതിന് ശേഷം നമ്മൾ ഗോവ എന്നുള്ള ഈ ഒരു ബോർഡ് കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ കുറച്ചൊരു ആശ്വാസമായി. അപ്പോൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മളെ യാത്ര മൊത്തം ഒരു ഗ്രാമത്തിൽ കൂടെ ആയിരുന്നു കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ, കുടിലുകൾ പോലുള്ള കടകളും ഒക്കെ ഉള്ള ചെറിയൊരു ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ പോയത് ഫുള്ളായിട്ടും. ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചുരം കയറാൻ തുടങ്ങി കേട്ടോ. ചെറിയൊരു ചുരമല്ല, അത്യാവശ്യം വലിയൊരു ചുരമായിരുന്നു. അവിടെ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാതെ സൂക്ഷിക്കാന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്യമൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്, അതിൻ്റെയും ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുമ്പോട്ട് ഇനി എന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യ. അങ്ങനെയുള്ളൊരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഗോവയിൽ എത്തുന്നതെങ്കിലും അപ്പോൾ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ചുരം കയറി നമ്മൾ എത്തിയത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വണ്ടി കുറച്ച് ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി നോക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലായത്. ഒരു 3-4 മലയാണ് കേട്ടോ. അതിൻ്റെ അറ്റത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കുഴി, നമ്മുടെ കണ്ണ് അതിൻ്റെ താഴെ വരെ എത്തില്ല, അതുപോലെ ഒരു കുഴിയാണ് അവിടെ. അവിടെയെങ്ങും ഒരു മനുഷ്യർ പോലും ഇല്ല കേട്ടോ. അപ്പം ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം പോലെ നമുക്ക് തോന്നി അവിടെ. പക്ഷെങ്കിൽ വണ്ടികളൊക്കെ വരുന്നുണ്ട്, താഴേന്ന് ചുരം കയറി വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു, കാരണം ഇവിടെ ഇങ്ങനെ ഈ ഒരു വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും പോയില്ല. അധിക നേരം നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ. ഇവിടുന്ന് വേഗം ഇറങ്ങി. ഇനി നമ്മൾ നേരെ ചുരം ഇനി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരുപാട് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 6 മാസത്തിനിടയ്ക്ക് 100ഓളം ആക്സിഡൻറ്റ് നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ബോർഡ് കാര്യങ്ങളൊക്കെ സൈഡുകളിലുണ്ട്. ഇനി തിരിച്ച് നമുക്ക് പോകാനും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പം നല്ല ഭയത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും വണ്ടിയിലിരിക്കുന്നത്. ചൂട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപകടകരമായ വളവാണ്. നിങ്ങൾ വണ്ടി ഇത്ര സ്ലോയിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വണ്ടി ടേൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോസുള്ള ബോർഡുകളും അവരവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരേ ഒരു വളവ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ ആദ്യം നിന്ന് താഴത്തെ വ്യൂ നോക്കിയ ഭാഗമാണ് ഈ കാണുന്നത്. ഇനി ഇതുപോലത്തെ ഒരുപാട് വളവുകൾ ഇറങ്ങി വേണം നമ്മളങ്ങ് താഴെ എത്താൻ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇത് എത്ര വലിയൊരു ആഴമുള്ളൊരു പ്രദേശമാണെന്നുള്ളത്. ഈ ഒരു ചുരം ഇറങ്ങിത്തീരാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. താഴെ ഇറങ്ങിയിട്ട് ഇവിടെ ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലെ പോലെയുള്ള വീടുകൾ കണ്ടു. പിന്നെ തെങ്ങ് വാഴയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി വണ്ടി കേട്ടോ. അപ്പോൾ തന്നെ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ മലയാളികളെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കണ്ടിട്ട് അവിടെ ഇറങ്ങി അവരോട് സംസാരിച്ചു. ഈ ആൾക്കാർ കണ്ണൂരിൽ നിന്നുള്ളവരാണ് കേട്ടോ. അവർക്ക് ഇവിടെ തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. നമ്മൾ എന്തിനാണ് ഈ റൂട്ട് വഴി ഗോവയ്ക്ക് പോകാൻ വന്നതെന്നൊക്കെ അവർ ചോദിച്ചു. പിന്നെ അവിടെ വേറെ മലയാളികൾക്ക് ഒരുപാട് തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഒരു ഡാമുണ്ട്. ആ ഡാം കഴിഞ്ഞ് കാണുന്ന അടുത്ത എസ്റ്റേറ്റ് നമ്മുടെ ലാലേട്ടൻ്റെയാണ്. 3000 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റാണ്. അത് ലാലേട്ടൻ്റെ എസ്റ്റേറ്റ് ആണെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സമയം ചുറ്റിക്കിറങ്ങി രാവിലെ 10 മണിക്ക് ഗോവയിൽ എത്തേണ്ട നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ഗോവയിലെത്തി. ഇനി റൂം എടുക്കാനുള്ള തിരക്കിലാണ്. നമ്മൾ നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നേരെ ഇങ്ങനെ നോക്കി നടന്ന സമയത്ത് നമുക്ക് റൂം കിട്ടി കേട്ടോ. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. റൂമിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇത് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമായി. AC റൂമാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ 1000 രൂപയ്ക്കാണ് റൂം കിട്ടിയത്. AC റൂം അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സാറയുടെയും റൂം. ഇനിയൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം നമ്മൾ ഗോവയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ മോനും ഒരു റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗോവയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ.